നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2023 മാർക്ക് അനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അത് MBBS ആവട്ടെ, BDS ആവട്ടെ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള ഏത് മെഡിക്കൽ വിഭാഗത്തിനും കേരളത്തിൽ ഒരു കോളേജിൽ പ്രവേശനം കിട്ടുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യത കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അത് മെയ് 7 നീറ്റ് 2023 പരീക്ഷ എഴുതിയ കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് താനും. ഏപ്രിൽ 10 വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തവർക്ക് നീറ്റ് 2023 ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ റോൾ നമ്പറും എൻ്റർ ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് നമ്മൾ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് നീറ്റിൻ്റെ ഫലം ഓൺലൈനായി സമർപ്പിക്കുകയാണ്. നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കുകയോ അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. കേരളത്തിലെ 13 മെഡിക്കൽ വിഭാഗത്തിലുള്ള കോഴ്സുകൾക്കും MBBSഉം BDSഉം അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും പോലെയുള്ള മെഡിക്കലിൻ്റെ 13 കോഴ്സുകൾക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള അവസരം ഇന്നു മുതൽ ജൂലൈ 1 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ 7 വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജൂലൈ 7 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ എന്ന് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും നീറ്റ് 2023 ഡീറ്റെയിൽസ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ യാതൊരു കാരണവശാലും ആവില്ല. കാരണം നമ്മൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നീറ്റിന് എത്ര ഉയർന്ന മാർക്കാണെങ്കിലും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയില്ല എങ്കിൽ കേരളത്തിലെ ഒരു കോളേജുകളിൽ പ്രവേശനം കിട്ടുക ദുഷ്കരമാകും. കാരണം കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ 12 കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള 15% സീറ്റുകൾ മാത്രമേ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി അലോട്ട് ചെയ്യപ്പെടുകയുള്ളൂ. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഓൾ ഇന്ത്യ റാങ്ക് കൊണ്ടുള്ള ഏക ഉപകാരം ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 85%, അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ മുഴുവൻ സീറ്റുകളും 100 സീറ്റുകളും കേരള എൻട്രൻസ് കമ്മീഷനാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കീം 2023 മെഡിക്കലിന് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എല്ലാവരിലും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. എല്ലാവരും നീറ്റ് 2023 ഡീറ്റെയിൽസ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിർബന്ധമായും ജൂലൈ 7 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും 8 അല്ലെങ്കിൽ 9 വൈകുന്നേരത്തോടുകൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധപ്പെടുത്തുന്നതുമാണ്. കീം 2023 ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് നമ്മുടെ കാൻഡിഡേറ്റിന്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ള പേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകൾക്കാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രവേശനം ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നീറ്റിൻ്റെ റോൾ നമ്പറും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും നീറ്റിന് കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത്, ആർക്കെങ്കിലും ഇനി വ്യത്യാസപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീറ്റിന് കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുകയും വ്യൂ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും ചെയ്യുക. അത്രയും ചെയ്താൽ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാവുകയുള്ളൂ. നീറ്റ് 2023 മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നീറ്റ് 2023 ഡീറ്റെയിൽസ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. ജൂലൈ 7 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് നിങ്ങൾ നിർബന്ധമായും നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയും
9-ാം തീയതിയോടുകൂടി പബ്ലിഷ് ചെയ്യുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും അതിനുശേഷം വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം പബ്ലിഷ് ചെയ്യുന്ന കാറ്റഗറി റാങ്ക് അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും ജൂലൈ 15 കേരള മെഡിക്കൽ പ്രവേശനം കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിക്കുന്നത്. വീണ്ടും പുതിയ വാർത്തകളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.